ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഫയർഫോഴ്സ് അടക്കം ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് ഫയർഫോഴ്സും പോലീസ് ഉദ്യോഗസ്ഥരും അടക്കമുള്ള ആളുകൾ മറ്റ് സ്ഥിതിഗതികൾ ഇവിടെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വളരെ ആശ്വാസകരമായ ഒരു വാർത്തയാണ്. ഇതിനകത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു സുപ്രധാനമായ വിവരം ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ആരോഗ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇന്നും മന്ത്രിസഭ മധ്യമേഖല അവലോകന യോഗത്തിന് വേണ്ടി കോട്ടയത്തുണ്ട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും അധികം ദൂരെയല്ലാത്ത ഏറ്റുമാനൂരിലാണ് ഈ യോഗം നടക്കുന്നത്. ഒരുപക്ഷെ ആരോഗ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സാധ്യത നിലവിൽ കാണുന്നുണ്ട്. അവർ അല്പസമയത്തിനകം ഇവിടേക്ക് എത്താൻ ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും ഇനി ഇത് എന്താണ് സാഹചര്യം, ഏത് തരത്തിലേക്കാണ് ഇത് പൊളിഞ്ഞു വീണതടക്കമുള്ള കാര്യങ്ങൾ. ഈ ഒരു കെട്ടിടത്തിന് ഈ രീതിയിൽ ഫിറ്റ്നസ് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത് സാധാരണ സ്ഥലമൊന്നുമല്ല. നിരവധി രോഗികളെ പാർപ്പിക്കുന്ന ആശുപത്രിയാണ്. അത് മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്. തകർന്ന തരിപ്പണമായി താഴെ വീണ് കിടക്കുകയാണ് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം. അവിടെ ജനങ്ങൾക്ക് അപകടം പറ്റാതിരുന്നത് അവിടുത്തെ ജനങ്ങളുടെ ഭാഗ്യമൊന്നേ പറയേണ്ടതുള്ളൂ, രോഗികളുടെ ഭാഗ്യമൊന്നേ, കൂട്ടിരിപ്പുകാരുടെ ഭാഗ്യമൊന്നേ പറയേണ്ടതുള്ളൂ. പക്ഷേ അവിടെ എന്തെങ്കിലും ഒരു പരിശോധനയോ അല്ലെങ്കിൽ കൃത്യമായ നിരീക്ഷണമോ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് ഇല്ലായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന തന്നെയാണ് ഈ ഒരു തകർന്നു കിടക്കുന്ന ദൃശ്യങ്ങൾ.